മഹത്തായ ഈ സർവമത സമ്മേളന വേദിയുടെ അധ്യക്ഷൻ SNDP യൂണിയൻ ശാഖാ സെക്രട്ടറി പ്രിയപ്പെട്ട NS ധർമ്മകുമാർ അവർ, സ്വാഗതം ആശംസിച്ച ശാഖയുടെ സെക്രട്ടറി കുന്നത്തുകാൽ മണികണ്ഠൻ അവർ, സംസാരിച്ചു പോയ സ്വാമി മഹേശ്വരാനന്ദ അവർ, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ആദരണീയനായ ഫാദർ സ്വാമി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, 1850 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ശ്രീനാരായണ ഗുരു അവർ ജനിച്ചത്. ഇന്ന് 170-ാമത് ഗുരുദേവ ജയന്തിയാണ്. നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായും ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളിൽ അടക്കം ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ SNDP ശാഖയുടെ യൂണിയനുള്ള അല്ലെങ്കിൽ ശിവഗിരി മഠത്തിൻ്റെ അനക്സുകളുള്ള സ്ഥലത്തൊക്കെ ഇന്ന് ആഘോഷിക്കപ്പെടുന്നു. 170 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് ജനിച്ചു വീണ, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ നവോത്ഥാന പിതാവെന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റിയ ഒരു മഹാമനീഷിയുടെ ഓർമ്മകളുടെ ഓളങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ഓരോ ഗുരുദേവ ജയന്തികളും നമ്മുടെ മനസ്സിനെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്ന, നമ്മളിലെ സദാചാര ചിന്തയെ, മനുഷ്യത്വത്തെ, മാനുഷിക മൂല്യങ്ങളെ പ്രകാശിപ്പിക്കുന്ന അവസ്ഥയിലായി തീരണം എന്നാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത്. സ്വാഗത പ്രാസംഗികം പറഞ്ഞതുപോലെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അരുവിപ്പുറം മഠത്തിൽ സർവമത സമ്മേളനത്തിന്റെ 100-ാം വാർഷികം നടക്കുമ്പോൾ പ്രസംഗിക്കാൻ വന്ന ആളാണ് ഞാൻ. അന്ന് പ്രസംഗിക്കാൻ വരുന്ന ദിവസത്തെ എന്താ ഒരു ഓർമ്മ, അത് മറക്കാൻ പറ്റാതെ പോയത് അന്നത്തെ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ദിവസം നട്ടുച്ച നേരത്തെ ഒരു പള്ളിയിലെ ഇമാമിനും മറ്റൊരു പരിപാടി പ്രസംഗിക്കാൻ പറ്റില്ല, പള്ളി മിമ്പറിൽ ഉണ്ടാകേണ്ട സമയമാണ്. ഞാൻ അരിയുപ്പുറത്ത് പ്രസംഗിച്ചിട്ട് എൻ്റെ പള്ളിയിലേക്ക് തന്നെ തിരിച്ചോടിയെത്തി. അവിടെ ജുമാ നിസ്കാരത്തിന് നേതൃത്വം നൽകി, അവിടെ പ്രഭാഷണം നടത്തി. ഞാൻ എത്താൻ വൈകിയത് കൊണ്ട് അവിടുത്തെ പ്രഭാഷണം ആരംഭിക്കാൻ വേണ്ടി വേറൊരാളെ സെറ്റപ്പ് ചെയ്തിരുന്നു. അപ്പൊ ആളുകൾ അന്തം വിട്ട് എന്നോട് ചോദിച്ചു, സാധാരണ വെള്ളിയാഴ്ച ഉച്ചക്ക് ഉസ്താദ് എങ്ങോട്ട് പോണ ആളല്ലല്ലോ, ഇന്നെന്താ പ്രസംഗം ഖുതുബയൊക്കെ താമസിച്ചത്? ഞാൻ പറഞ്ഞ അരിയുപ്പുറത്ത് പോയിരുന്നു. അപ്പോൾ ഗുരുദേവ ജയന്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ട് അരിവിപ്പുറത്തൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയിലെ പ്രധാന പ്രാർത്ഥന പോലും ക്രമീകരിച്ചിട്ട് സമയം കണ്ടെത്തിയ ആളാണ് ഞാൻ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതാണ്. എന്താണ് ഗുരുദേവനെ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയ ഗുണം എന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുക എന്നുള്ള ഗുണം കേരളത്തിൽ ഉണ്ടാക്കിയത് ഗുരുദേവന്റെ ദർശനത്തിന്റെ തിക്തഫലമാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇന്ന് ജോയ് മത്യാസ് അച്ഛൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അച്ഛന് കിട്ടിയ ഭൂമിയിൽ കൂടുതൽ തിളക്കമുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മനാടാണിത്. അപ്പൊ അദ്ദേഹം ഞാനുമായി ഒരുപാട് കൊല്ലത്തെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ബാലരാമപുരം വന്യപള്ളിയിൽ ഞാൻ ഇമാമായിരിക്കുമ്പോ അതിന്റെ ഭാഗത്തുള്ള ചർച്ചിൽ നിന്ന് എല്ലാ ക്രിസ്മസിന്റെ ദിവസങ്ങളിലും നല്ല ടേസ്റ്റുള്ള കേക്കുമായി അച്ഛൻ വന്ന് എന്റെ പള്ളി വരാതെയിൽ നിൽക്കുമായിരുന്നു എന്നെ കാണാൻ വേണ്ടി. അല്ലെങ്കിൽ ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതത്തിന്റെ പേരിൽ ആളുകൾ ഇങ്ങനെ മനസ്സിനെ മലിനമാക്കുമ്പോൾ, ഞാൻ അങ്ങനെ പറയാം, മതം എന്ന് പറഞ്ഞാൽ മാലിന്യമല്ല, മതം പ്രകാശമാണ്, അത് വെളിച്ചമാണ്, അത് തെളിച്ചമാണ്, അത് മനുഷ്യനെ സംസ്കരിക്കണം. ലോകത്ത് തന്നെ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ പര്യാപ്തമായ വാക്കാണ് ഗുരുദേവൻ പറഞ്ഞത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മൃഗമാക്കുന്ന മതങ്ങളൊന്നും മതങ്ങളല്ല. മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കാത്ത സംസ്കാരങ്ങളൊന്നും സംസ്കാരമല്ല. അതൊക്കെ രാജ്യത്തിന് അപകടം ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞത്, എല്ലാ സ്ഥലത്തും എല്ലാ മതത്തിന്റെ മേലധ്യക്ഷന്മാരും അല്ലെങ്കിൽ മതത്തിന്റെ മഹത്വം ലോകത്ത് പ്രഘോഷിക്കുന്ന ആളുകളെല്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് ശരിയായ മനുഷ്യന്മാരായിട്ട് മാറാനാണ്. നിങ്ങൾ കണ്ടതാണ്, വയനാടിന്റെ തെരുവീഥികളിൽ നാം കുഴിമാടങ്ങൾ ഉണ്ടാക്കി മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ ആളുകളെ കൂട്ടത്തോടെ കുഴിച്ചു മൂടിയിട്ട് ആളുകളുടെ ശരീരത്തിന്റെ പീസുകൾ പറക്കി അടുക്കി കുഴിമാടങ്ങളിൽ കുഴിച്ചിട്ടിട്ട് എല്ലാ മതങ്ങളെയും പ്രാർത്ഥന നടത്തി സായുജ്യമടയുന്ന ഒരു സംസ്കാരം നമ്മൾ കേരളത്തിൽ ഇപ്പൊ കണ്ടതാണ്. പുതിയതായിട്ട് ആരും പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇവിടെ മനുഷ്യനെ മനുഷ്യരാക്കുന്നത് കുറെ മൂല്യങ്ങളാണ്. മൂല്യങ്ങൾക്ക് തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, മൂല്യങ്ങൾ തകർക്കപ്പെടുന്ന, മൂല്യങ്ങൾ നിഷ്കാസനം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ ശ്രീനാരായണ ഗുരു കണ്ടത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ കണ്ടത്? ദൈവാകൃതി പൂണ്ട, അല്ലെ, പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണാവാൻ നബി മണിമുത്തു രത്നമോ എന്ന് ചോദിച്ച് നാരായണ ഗുരു വന്ന ഒരു ഓഗസ്റ്റ് 20 ഇന്ത്യ രാജ്യത്തിന്റെ കേരള സംസ്ഥാനത്ത് ചെമ്പഴന്തിയിൽ ജനിച്ചു വീണ മനുഷ്യ ലോകത്തെ പ്രശംസിക്കുമ്പോ നാരായണ ഗുരുവിന് പ്രവാചകനോട് വെറുപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ വെറുപ്പുള്ളവനെ പ്രകീർത്തിക്കുന്ന കാപട്യത്തിന്റെ സംസ്കാരമായിരുന്നില്ല അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞത്. ഒരേ സമയത്ത് ബൈബിളിന്റെ കാര്യം ഞാനിവിടെ പറയാൻ പാടില്ല, കാരണം എന്നെക്കാൾ ആഴത്തിൽ പഠിച്ച അതിന്റെ പ്രഘോഷകനായ മധ്യാസച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. മധ്യാസച്ചൻ എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ വിളിക്കണം അങ്ങനെയൊക്കെയാ, ഞങ്ങൾ ആഴത്തിലുള്ള ബന്ധമുണ്ട്. മഹാനായ യേശു പറഞ്ഞത്, if a man say I love God and hate his brother, he is liar. ഒരു മനുഷ്യൻ പറയാണ് എനിക്ക് ദൈവത്തെ അല്ലാത്ത ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാവരും ദൈവത്തിന് വേണ്ടി പൊരുതാനും മരിക്കാനും ഒക്കെ തയ്യാറാണ്. ദൈവം മരിക്കാനല്ല പറഞ്ഞത്, ജീവിക്കാനാ പറഞ്ഞത്. ദൈവം ആളുകളോട് ആവശ്യപ്പെടുന്നത് മനസ്സുകൾക്ക് സമാധാനം ഉണ്ടാക്കി, ശാന്തി ഉണ്ടാക്കി. മുസ്ലിങ്ങളുടെ പരസ്പരമുള്ള അഭിവാദ്യത്തിന്റെ കഥ നിങ്ങൾക്കറിയോ? എല്ലാ മുസ്ലിമും പരസ്പരം കാണുമ്പോൾ പറയേണ്ടത് വിപ്ലവം വിജയിക്കട്ടെ എന്നല്ല, അടി നടക്കട്ടെ എന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ എന്നല്ല. മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്ന. ആ വാക്ക് അറബിയാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്നാ. ദൈവത്തിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ. അപ്പൊ തന്നെ കേൾക്കുന്ന ആള് പറയാനുള്ളത് നീ പോയി തൊലയട്ടെ എന്നല്ല, നിനക്കും ദൈവരക്ഷ ഉണ്ടാകട്ടെ എന്നാ. അപ്പൊ രക്ഷ, സമാധാനം, സംതൃപ്തി, ശാന്തി, ഇതൊക്കെ ലോകത്തെ പഠിപ്പിക്കാനാണ് മതത്തിന്റെ പ്രവാചകന്മാരും പ്രചാരകന്മാരും ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് പണിയെടുത്തത്. ഇന്നിപ്പോ മതത്തിന്റെ പേരിൽ ആളുകൾ ക്രൂരമായി മതത്തിന്റെ പേരിലൊന്ന് മാത്രം പറഞ്ഞ് ചുരുക്കുന്നത് വെറുതെയാണ്. മനുഷ്യരെല്ലാം സങ്കുചിതത്വത്തിന്റെ ഒരു അസ്വസ്ഥതയുടെ അവസ്ഥയിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഒരു 30 കൊല്ലം മുമ്പ്, 25 കൊല്ലം മുമ്പ് നമ്മുടെ ഒന്നും കയ്യിൽ ഫോണുകൾ ഉണ്ടായിരുന്നില്ല. 4-5 വീട് ചേരുന്ന ഒരു സ്ഥലത്ത് പ്രധാനപ്പെട്ട ഒരു വീട്ടിൽ ഒരു ഫോൺ ഉണ്ടാവും. ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഫോൺ വരുന്ന ആ വീട്ടിലായിരിക്കും. അങ്ങനെയൊക്കെ ഫോൺ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഫോൺ കോൾ ചെയ്ത് പഠിക്കുകയും ശീലിക്കുകയും ചെയ്ത ആളുകളാണ് നമ്മള്. ഇന്നിപ്പോ ഓരോ ആളുടെ കയ്യിൽ 4-5 സിം, 3-4 ഫോണുകളുടെ കാലമാണ്. പക്ഷേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വികസിച്ചപ്പോ, നമ്മുടെ ടെക്നോളജി വികസിച്ചപ്പോ ചിലതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. പണ്ട് 25 കൊല്ലം മുമ്പ് വരെ സൗദി അറേബ്യയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അബുദാബിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയിൽ നിൽക്കുന്ന ഒരു ഭർത്താവിന് തലവേദന വന്നാൽ, അയാൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, അയാൾ പട്ടിണി കിടന്നാൽ, വീട്ടിലിരിക്കുന്ന ആയിരക്കണക്കിന് മൈലുകൾക്ക് ഇപ്പുറത്തുള്ള ഭാര്യയ്ക്ക് ഒരു അസ്വസ്ഥതയുണ്ടാകും. അവൾ വിഷമിക്കും. അവൾ അവസാനം വിഷമിച്ചിട്ട് അടുത്തിരിക്കുന്നവരോട് പറയും, എന്തോ അറിയില്ല, എനിക്കൊരു സമാധാനം കിട്ടണില്ല, അവിടെ എന്തോ പ്രശ്നമുണ്ട്. എവിടെയാ? അമേരിക്കയിലെ കാര്യം അവൾ പറയണത്. ലണ്ടനിലുള്ള ഭർത്താവിന്റെ മനസ്സ് വായിച്ചിട്ട് കേരളത്തിലെ കൊച്ചു ഗ്രാമത്തിലെ കുന്നത്തുകാലിലെ കൊച്ചു വീട്ടിലിരുന്നിട്ട് അവരെയായ പെണ്ണ് പറയും, അവിടെ എന്തോ പ്രശ്നമുണ്ട്, എനിക്കൊന്നോ 2 ദിവസമായിട്ട് സമാധാനം ഇല്ല. ഇപ്പോഴോ കാര്യങ്ങളൊക്കെ മാറി, എപ്പോഴും വീഡിയോ കോളിലാണ് ഉള്ളത്. പക്ഷേ അടുപ്പങ്ങൾ കുറഞ്ഞുപോയി. സ്നേഹത്തിന്റെ ശരിയായ വികാരം മനുഷ്യ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് നാം വേറൊരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ ലോകം എത്തി നിൽക്കുകയാണ്. അമേരിക്കയുടെ പ്രശ്നങ്ങൾ നേർക്കുനേരെ കാണുന്നയാള്, ലണ്ടനിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും, അല്ലെങ്കിൽ ലോകത്തെ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ആ പുതിയ കഥകൾ അല്ലെങ്കിൽ അതിന്റെ കളികൾ കൃത്യമായി കാണുന്നയാള് പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേണ്ടി ഉറക്കൊഴിഞ്ഞിരിക്കുമ്പോഴും തന്റെ ബെഡിൽ സമീപത്ത് കിടക്കുന്ന അപരയായ ഭാര്യയുടെ മനസ്സിന്റെ ചൂട്, അവളുടെ വേവ്, അവളുടെ നോവ്, അത് കാണാൻ പറ്റാത്ത അവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യന്റെ മനസ്സ് സങ്കുചിതമായി കൊണ്ടിരിക്കുന്നു. അത് പെണ്ണ് കാണുന്നില്ല എന്ന് മാത്രമല്ല, ആണും കാണാത്ത ഒരു കാലത്തിലേക്ക് കാര്യങ്ങൾ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആണും പെണ്ണും പരസ്പരം മനസ്സിലാക്കാത്ത അവസ്ഥയിലേക്ക് കുടുംബ വിഷയങ്ങളൊക്കെ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ വന്ന് കരയും. എനിക്ക് ഓർമ്മ വരുന്നു, ഇതൊന്നും പരസ്യമായി എത്ര പേരുകൾ പറയാൻ പാടില്ലാത്തതുകൊണ്ട് മാത്രം പറയുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ അവന്റെ സ്നേഹത്തിന്റെ പരിലാളന നൽകി ഒരു പെണ്ണിനെ സ്നേഹിച്ചു. എന്റെ അടുത്ത് പറഞ്ഞ പെൺകുട്ടിയാ, മെനയാന്ന് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, ആ പെൺകുട്ടി അവൻ സ്നേഹിച്ചിട്ട്, ആ കുട്ടിയുടെ പേര് മീനു എന്ന് സങ്കല്പിച്ചാൽ മതി. ആ കുട്ടിനെ സ്നേഹിച്ചിട്ട് നല്ല തറവാട്ടിലെ കുട്ടിയാണ്. ആ സ്നേഹത്തിന്റെ മുമ്പിൽ അവളുടെ വീട്ടുകാർ നിശ്ചയിച്ച കല്യാണമൊക്കെ ഒഴിവാക്കിയിട്ട് ആ ചെറുപ്പക്കാരുടെ ഒപ്പം അവൾ ഇറങ്ങി വന്നു. അവന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ജീവിതം മുന്നോട്ട് പോയി. 5-6 കൊല്ലമായപ്പോ അവൻ അപ്രതീക്ഷിതമായി കോടികളുടെ സമ്പാദ്യമുള്ള ആളായിട്ട് മാറി. ആ കുട്ടി എന്നോട് കരഞ്ഞിട്ട് പറയും, ഉസ്താദേ, ഞാൻ വന്നതിന് ശേഷം അയാൾക്ക് ഒരു കുറവുണ്ടായിട്ടില്ല, ദൈവം
വാരി കോരി കൊടുക്കാൻ ചെയ്തത്. പക്ഷേ ഇന്നിപ്പോ 6-7 കൊല്ലം കഴിഞ്ഞപ്പോ തനിക്ക് വേണ്ടി എല്ലാം മറന്നിട്ട് മാതാപിതാക്കളുടെ വെറുപ്പ് പോലും സമ്പാദിച്ചിറങ്ങി വന്ന പെണ്ണിനെ കോടീശ്വരനായ പയ്യൻ ആവശ്യമില്ല. അവൻ അവൾക്ക് ഭക്ഷണം കൊടുക്കൂല, വെള്ളം കൊടുക്കൂല. കോടികൾ സമ്പാദ്യമുള്ളവൻ അവന്റെ വില കൂടിയ കാറില് നല്ല പുതിയ ലോകത്തെ ചർച്ച ചെയ്യപ്പെടുന്ന നടീനടന്മാരെ ഒക്കെ കൊണ്ട് ഇങ്ങനെ കറങ്ങുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത്, എന്തെല്ലാം ത്യാഗം ചെയ്യുമ്പോഴും പരസ്പരം മനസ്സിലാക്കാത്ത, സ്നേഹമില്ലാത്ത, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ വികാരങ്ങൾ അസ്തമിച്ചു പോയ ഒരു സമൂഹത്തിന് ഭൂമുഖത്ത് ജീവിക്കാൻ അവകാശമില്ല. ഈ ഭൂമിയുടെ പുറത്തേക്ക് മുകളിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ അർഹത, ഏറ്റവും വലിയ അവകാശം സ്നേഹിക്കുന്ന മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. മലിനമായ മനസ്സുള്ള ആളുകളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആ മാലിന്യങ്ങളെ കഴുകി വൃത്തിയാക്കി ദൈവികമായ പ്രകാശത്തെ സ്വാംശീകരിക്കാൻ പറ്റുന്ന വിഹായസിലേക്കോ മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകാനാണ് മഹാനായ നാരായണ ഗുരു അത്യധ്വാനം ചെയ്തത്. അദ്ദേഹം വർഗീയതയുടെ സകലമാന വിത്തുകളെയും വിഭാടനം ചെയ്യാൻ വേണ്ടി അത്യധ്വാനം ചെയ്തു. ഒരുപാട് ആക്ഷേപം ഏറ്റുവാങ്ങിയ അദ്ദേഹം, ഒരുപാട് അപഹസിക്കൽ ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന്റെ പാതകൾ ഇങ്ങനെ നമ്മൾ സ്റ്റേജ് കെട്ടിയിട്ട് നല്ല വെളിച്ചത്തിൽ നിന്ന് മയക്കം വെച്ച് അലറി വിളിച്ച് പറയും പോലെ അത്ര സുതാര്യമായിരുന്നില്ല, സുഗമമായിരുന്നില്ല. പക്ഷേ ആദർശശുദ്ധി ഉണ്ടായപ്പോ, ആത്മാഭിമാന ബോധം ഉണ്ടായപ്പോ, ലോകത്തുള്ള സകലമാന മതക്കാരോടും സംവദിക്കാനുള്ള വിവരമുണ്ടായപ്പോ, ഇച്ഛാശക്തി ഉണ്ടായപ്പോ അദ്ദേഹം സർവമത സമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞു, മതങ്ങളുടെ എല്ലാ സാരാംശവും ഒന്നാണ്. ഈ മനുഷ്യർ തമ്മിലടിക്കുന്നത് ദൈവത്തിന് വേണ്ടി ആയില്ല. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യരെ സ്നേഹിക്കാനാണ് പറയുന്നത്. ഒരാൾ പറയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്, എന്നിട്ട് അയാൾ പറയുകയാണ്, എനിക്ക് മറ്റുള്ളവരോട് വെറുപ്പാണ് എന്ന്. അയൽവാസിയെ വെറുക്കുന്ന, ഭാര്യയെ വെറുക്കുന്ന, മക്കളെ വെറുക്കുന്ന, അല്ലെങ്കിൽ അന്യജാതിക്കാരനെ വെറുക്കുന്ന, മറ്റുള്ളവരെ അപരവൽക്കരിച്ച് അന്യവൽക്കരിച്ച് അകറ്റി നിർത്തുന്ന ആളുകൾക്ക് ഒരിക്കലും, ഞാൻ ഉറപ്പിച്ച് പറയാണ്, കുന്നത്തുകാരെ ഞാൻ ഇതുവഴിക്ക് ഒരുപാട് യാത്ര പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇറങ്ങി നിന്ന് സംസാരിക്കണം ആദ്യമാണ്. ഈ മണ്ണിൽ വെച്ച് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന, ആവർത്തിച്ച് പറയുകയാണ്, ലോകത്തുള്ള വർഗീയവാദികളൊക്കെ ഒരു കാര്യം അറിയണം, നിങ്ങൾ ഈ ലോകം ആസ്വദിക്കുന്നില്ല, ഈ ലോകം നിങ്ങൾ അനുഭവിക്കുന്നില്ല. നിങ്ങൾക്ക് ആ വർഗീയത ഹൃദയം കൊണ്ട് നിങ്ങൾ എങ്ങനെ ഒരു സൈസ് രാക്ഷസന്മാരായി ജീവിക്കുകയാണ്. ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട് ഈ ലോകം. ജാതി ഭേദമന്യേ, വർഗഭേദമന്യേ മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടി മനസ്സിന്റെ ഡോറ് തുറന്നിടുമ്പോൾ എന്ത് രസമാണെന്നറിയോ ഈ ലോകത്തെ പ്രകാശിക്കാൻ, ഈ ലോകത്തെ ആസ്വദിക്കാൻ. നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഞങ്ങൾക്ക് സഹതാപമുണ്ട് എന്നുള്ളതല്ലാതെ വർഗീയത പേര് നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിന്റെ സമാധാനത്തിന്റെ ശരിയായ സുഖം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. നാരായണ ഗുരുദേവനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രിയങ്കരനായ പ്രവാചകൻ, ലോകത്തിന്റെ പ്രവാചകൻ, ഞാനത് എന്താ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞാല്, ഇസ്ലാമിന്റെ ഒക്കെ പേരിലും പ്രവാചകന്റെ പേരിലും ഒക്കെ കുഞ്ഞുങ്ങളെ പോലും കൊല്ലുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രവാചകന്റെ പേരിൽ സ്കൂളുകൾക്ക് നേരെ ബോംബ് വെക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെതിരെയൊക്കെ പ്രവാചകാധ്യാപനങ്ങളിലെ പൊരുളിന്റെ പ്രകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദിക്കേണ്ടവർ ശബ്ദിക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ടാണ് ഇത്തരം വേദികളിൽ ആർജവത്തോടെ നമ്മൾ പറയുന്നത്. ഇസ്ലാമിന് വേണ്ടി, പ്രവാചകന് വേണ്ടിയൊക്കെ ആയുധമെടുത്തിട്ടുള്ള ആളുകൾ ആദ്യം വിവരം പഠിക്കുകയാണ് വേണ്ടത്. പ്രവാചകൻ എന്തായിരുന്നു എന്ന് പഠിക്കാൻ, സമൂഹത്തിൽ പ്രവാചകൻ ആഗ്രഹിച്ച പരിവർത്തനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾ സജ്ജരാവുകയാണ് വേണ്ടത്. അതുകൊണ്ട് 170ാമത് ഗുരുദേവ ജയന്തി ആഘോഷിക്കുമ്പോൾ ആഘോഷത്തിന്റെ ഒപ്പം മറ്റു മതങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ മനസ്സ് ഗുരുദേവനോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ്, സ്നേഹപ്രകടനമാണ് എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറയുകയാണ്. നമുക്ക് ഒരാളോട് സ്നേഹിക്കാൻ കഴിയണം, അകറ്റിക്കളയാനൊക്കെ വളരെ എളുപ്പമാണ്. എല്ലാവരെയും വെറുക്കാൻ വളരെ ഇഷ്ടമാണ്, പെട്ടെന്ന് കഴിയും. അങ്ങനെ വെറുത്ത് അവസാനം ഇപ്പോഴത്തെ ലോകത്തുണ്ടാ കാര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹാർട്ട് അറ്റാക്കുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, മാരകമായ രോഗങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അവന്റെ നെഞ്ചിനകത്ത് തന്നെ വെച്ചിട്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ടെൻഷൻ കയറിയിട്ട്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചില ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ, ഉസ്താദെ മോള് വളർന്നു വരിക, ഞാൻ ചോദിച്ചു എത്ര വയസ്സായി? 10 വയസ്സായി. 10 വർഷം കഴിയുമ്പോൾ മോളെ കെട്ടിക്കണ്ടേ, അതുകൊണ്ട് എനിക്ക് അസ്വസ്ഥതയാ. ഞാൻ പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങു പോത്തെ, അങ്ങനെയൊക്കെ പറയാ. ദേഷ്യം വരുമ്പോ പോയി കിടന്ന് ഉറങ്ങിക്കോ, നാളെ നേരം വെളുക്കുമ്പോൾ നീ എഴുന്നേൽക്കുന്ന ഉറപ്പില്ലാത്ത നീ 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള പ്രശ്നത്തിന് ഇപ്പോഴേ വേവ് കയറിയിട്ട് മനസ്സമാധാനം ഇല്ലാതാക്കുകയാണ്. അന്യവരുടെ കാര്യങ്ങളെ കുറിച്ച് അനാവശ്യമായി ചിന്തിച്ചും ആവശ്യമില്ലാത്ത മാറ്ററുകൾ മനസ്സിനകത്ത് വലിച്ചു വെച്ചും രോഗികളായി, സമാധാനമില്ലാത്തവരായി, ശാന്തിയില്ലാത്തവരായി ഇങ്ങനെ മാറുമ്പോ 170 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യന്റെ മനസ്സ് ഏത് ചക്രവാളത്തിലേക്ക് സഞ്ചരിക്കണമെന്ന് ആത്മാഭിമാനത്തോടെ, ആദർശം പണയം വെക്കാതെ, ആർജവം പണയം വെക്കാതെ ധൈര്യസമേതം വിളിച്ചു പറഞ്ഞ ആ ഗുരുദേവന്റെ ഓർമ്മകളിലെ ഓളങ്ങളിൽ നമ്മുടെ മനസ്സ് ത്രസിച്ചു നിൽക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് കൂടുതൽ അടുത്തറിയാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതിന് കേരളത്തിന്റെ മണ്ണിനെ പാകപ്പെടുത്തിയ ഗുരുദേവന്റെ ആ കാൽക്കൽ സ്നേഹത്തിന്റെ ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.